ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ്. സൺഡേ ആണ് കേട്ടോ ഇന്ന്. കഴിഞ്ഞ 2 വീഡിയോ ഇട്ടപ്പോഴും എനിക്ക് കമൻസ് വന്നായിരുന്നു ഒന്നും കേട്ടുകൂടാ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. മൈക്കില്ല ഗായ്സ്, അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വീഡിയോയിലും വോയിസ് നല്ല ലോ ആയിട്ട് തോന്നിയത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ചെയ്യും. മോണിറ്റൈസേഷൻ ആവണ്ടേ ചാനൽ. അപ്പോൾ മോണിറ്റൈസേഷൻ ആയാൽ ഞാൻ ഉടനെ ഒരു മൈക്ക് മേടിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ രാവിലെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയ കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റായിരുന്നു. എന്നിട്ട് പുള്ളിക്ക് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ 11 മണിക്കാണ് എണീറ്റത്. അതിനുശേഷം പല്ലൊക്കെ തേച്ചിട്ട് എനിക്ക് ഒരുപാട് ഡ്രസ്സ് നനയ്ക്കാനുണ്ടായിരുന്നു. നമ്മൾ പാർട്ടീഷനിലാണ് താമസിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ ഒഴിഞ്ഞു കിടക്കുന്ന ടൈമിലേ നമുക്ക് അലക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഫ്രീ ആയിരുന്നു. അങ്ങനെ ഡ്രസ്സും എടുത്തുകൊണ്ട് പോയി. ഫസ്റ്റ് യൂണിഫോമാണ് അലക്കുന്നത്. യൂണിഫോം 2 പേർക്കും വൈറ്റാണ് കേട്ടോ. നല്ല അഴുക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലോണ്ട്രിയിലൊന്നും കൊടുക്കത്തില്ല. 2 പേർക്കും കൊടുക്കുവാണെങ്കിൽ ഒത്തിരി കാശാവും. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നനയ്ക്കുന്നത്. തുണി അലക്കാൻ ഇട്ടിട്ട് പിന്നെ ചോറ് കുക്കറിൽ വെച്ചായിരുന്നു വേവാൻ വേണ്ടിയിട്ട്. ഡെയിലി ഒന്നും തുണി അലക്കത്തില്ല കേട്ടോ. ഞാൻ വന്നിട്ട് തേഴ്സ്ഡേയും പിന്നെ സൺഡേയും മാത്രമാണ്. തേഴ്സ്ഡേ വന്നിട്ട് നമ്മളെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സുകളൊക്കെ അലക്കിയിടും. പിന്നെ സൺഡേ ആണ് യൂണിഫോം അലക്കിയിടുന്നത്. നമുക്ക് പിന്നെ 4 ജോഡി വീതമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. തുണി വിരിച്ചിടുന്നത് പുറത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് ബാൽക്കണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസിയായി പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. സിറ്റിയിലോട്ടിപ്പം മാറിയിട്ട് 1.5 ഇയേഴ്സ് ആവും. അത് നമ്മൾ ഷാബിലാണ് താമസിച്ചത്. എനിക്ക് കൂടുതലും ഇപ്പോൾ സിറ്റി ലൈഫാണ് ഇഷ്ടം. നമ്മൾ താമസിക്കുന്നത് പാർട്ടീഷനിലാണ്. സ്റ്റുഡിയോ ഒക്കെ എടുക്കുന്നെങ്കിൽ ഒത്തിരി എക്സ്പെൻസാണ്. റെൻറ്റ് തന്നെ കൂടുതലാണ്. സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു 500 ഒക്കെ ആവും. അത് നമുക്ക് അഫോർഡബിൾ അല്ല. പാർട്ടീഷനിൽ താമസിക്കുമ്പോൾ എക്സ്പെൻസ് കുറവാണ്. റെൻറ്റ് കുറവായിരിക്കും. പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുക്കിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും കിച്ചൺ ഫ്രീ ആവുന്ന ടൈമിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ വാഷിംഗ് മെഷീനും തുണിയൊക്കെ അലക്കാൻ നേരത്തെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് ചിലപ്പം ഫ്രീ ആയിരിക്കത്തില്ല. അപ്പോൾ ആ ടൈമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാനിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ 4 കപ്പിൾസാണ് ഉള്ളത്. അപ്പോൾ അവർ ഈ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയൊക്കെ കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്ലീപ്പൊക്കെ നഷ്ടമാവും. കാരണം ഡിസ്റ്റർബൻസ് ആവും അവർ ബഹളമൊക്കെ വയ്ക്കുമ്പോഴേ. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ തുണി ഫസ്റ്റ് സ്റ്റെപ്പ് അലക്കി കഴിഞ്ഞായിരുന്നു. യൂണിഫോമായിരുന്നു. അപ്പോൾ അത് അലക്കി ഇപ്പോൾ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ ഇട്ടിരിക്കുക വാഷിംഗ് മെഷീനിൽ. അങ്ങനെ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടു. ക്ലൈമറ്റ് ഓക്കെയാണ്, നോർമലാണ്. ഇനിയിപ്പം ചൂട് സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ, മെയ്, ജൂൺ ഒരു 6 മന്ത്സ് വരെ ചൂട് തന്നെയായിരിക്കും. അത് കഴിയുമ്പം പിന്നെ വീണ്ടും വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും. ചൂടാണെങ്കിൽ ഒടുക്കത്തെ ചൂട്, തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ്. അങ്ങനത്തെ ക്ലൈമറ്റാണ്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ചോറും മീൻകറിയും പിന്നെ മുരിങ്ങയില തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സീരീസ് കാണാനുണ്ടായിരുന്നു. സീരീസ് എന്ന് പറഞ്ഞാൽ നാഗിൻ 7. അത് തന്നെയാണ്. നാട്ടിലാകുമ്പോഴത്തേക്കും ടി വിയിൽ കാണാമല്ലോ. ഇവിടെ പിന്നെ ടി വി ഒന്നുമില്ലല്ലോ. നമുക്ക് ഫോൺ തന്നെ ശരണം. ഫോണിൽ കാണുവാണ്. പിന്നെ ഇത് ഞാൻ കാണണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ആക്ട്രസിനെ ഭയങ്കര ഇഷ്ടമാണ്, പ്രിയങ്ക ചൗധരി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണുന്നത് നാഗിൻ സീസൺ 7. അങ്ങനെ സീരീസ് കണ്ടു തീർത്തിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. അതിനുശേഷം ഉറക്കം എണീച്ചിട്ട് വീട്ടിലൊക്കെ വിളിച്ചു. എന്നിട്ട് ഫ്രഷ് ആവാൻ പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര ത്രോട്ട് പെയിന്. ഇതെനിക്കിപ്പോൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്കും എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ ഒരു നിവൃത്തിയുമില്ല. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. നൈറ്റൊക്കെ ആകുമ്പോൾ നല്ല പെയിനാണ്. ഈ പെയിൻ കാരണം എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇത് ഇൻഫെക്ഷൻ ആയതാണ്. കഫം ഫുൾ കെട്ടി നിറഞ്ഞ് നിൽക്കുക. അപ്പോൾ നല്ലപോലെ ഗാർഗിളൊക്കെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് മെഡിസിനൊക്കെ തന്നു. കഴിച്ചിട്ടും കുറവില്ല. അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് സ്പ്രേ തന്നു. അതടിച്ചപ്പോഴാണ് പിന്നെ കുറഞ്ഞത്. നല്ലപോലെ കഫം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അന്ന് ഡോക്ടർ തന്ന സ്പ്രേ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെയൊക്കെ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ അതും കിട്ടി. ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡിനെ കൊടുത്ത് അടിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് അടിച്ചപ്പോൾ കുറച്ച് റിലാക്സ് ഫീൽ ചെയ്തു. പിന്നെ ഫുഡ് നമ്മൾ വച്ച് തന്നെയാണ് കഴിക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ മേടിക്കില്ല. പുറത്തുനിന്ന് വീക്കെൻഡ് ടൈമിൽ ഇപ്പോൾ നമ്മൾ മൂവിക്കൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ചാർക്കോളോ ഷവർമയോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് മാത്രമേ മേടിച്ച് കഴിക്കത്തുള്ളൂ. അല്ലാതെ ഡെയിലി നമ്മൾ പുറത്തുനിന്ന് കഴിക്കത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞു.
ചോറും ദോശയും രസവും മീൻ പൊരിച്ചതും പിന്നെ മുട്ട പുഴുങ്ങാനും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ റിലാക്സ് ടൈമാണ്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്പ്ലിറ്റ്സ് വില്ല ഉണ്ട് കേട്ടോ. സ്പ്ലിറ്റ്സ് വില്ല സീസൺ 16 നടക്കുവാണ്. അങ്ങനെ ആ എപ്പിസോഡും കണ്ടു തീർന്നിട്ട് നേരെ പോയി കിടന്നു ഉറങ്ങി. നാളെ മൺഡേ ആയതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.